Hello friends, well it's me Sanchu and എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചാടി ചാകാൻ വന്നിരിക്കുകയാണ്. ജസ്റ്റ് കിഡിങ് ആ ചുമ്മാ എനിക്ക് അത്ര പ്രാന്തൊന്നുമില്ല. ആക്ച്വലി ഞാൻ ആലപ്പുഴ വരെ ദാറ്റ് ഈസ് ബീച്ചിൻ്റെ അവിടം വരെ നല്ലൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്കുഡിൻ്റെ പ്രൊഡക്റ്റ് റിവ്യൂ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വേറെ നല്ല കുറേ ആൾക്കാർ വാങ്ങി, വേറെ നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് കുറേ ആൾക്കാർ വാങ്ങിയത്. അപ്പോൾ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയി. ഒരു പുതിയ ഒരു ആക്ഷൻ ക്യാമറ ദാറ്റ് ഈസ് Eken H9R എന്ന് പറയുന്ന ഒരു ആക്ഷൻ ക്യാമറ നമുക്ക് റിവ്യൂവിന് വേണ്ടി അയച്ചു തന്നിട്ടുണ്ട്. സോ ബഡീസ് ഇന്നത്തെ വീഡിയോ നമ്മൾ H9 ദാറ്റ് ഈസ് Eken H9R റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ അധികം സമയം കളയണ്ട, അങ്ങ് പോയേക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ ആയ Eken H9R. എനിക്ക് ഈ ഒരു കോലത്തിലാണ് കേട്ടോ ഇവനെ കിട്ടിയത്. എൻ്റെ ബാഡിലൊക്കെയാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമല്ലോ. ഇത് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഇതിൻ്റെ ഫൈബർ ഗ്ലാസ് പാക്കേജ് സൈഡിലായിട്ട് അങ്ങ് ക്രാക്ക് ആയിട്ട് ഇരിക്കുമായിരുന്നു. എനിവേ നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു കുഴപ്പമില്ല, അതെന്തായാലും ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ അമ്മമാരെ ഞാൻ കൊന്നു കൊല വിളിച്ചേനെ. അതുപോലെ തന്നെ ഒരു പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ബോക്സിലാണ് ഈ സംഭവം വരുന്നത്. കൈൻഡ് ഓഫ് ഗോപ്രോ ആക്ച്വലി, കാരണം ഗോപ്രോയൊക്കെയാണ് ഇതേപോലെ ബ്യൂട്ടിഫുള്ളി പാക്ഡ് ആയിട്ട് സംഭവം വരുന്നത്. ബട്ട് ആക്ച്വലി ഇതൊരു ആക്ഷൻ ക്യാമറയാണ്. എനിവേ ലെറ്റ്സ് അൺബോക്സ് ദിസ് ബ്ലഡി ആക്ഷൻ ക്യാമറ ഗൈസ്. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം ക്യാമറയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ സൈഡിലായിട്ട് കാണാം. ഓക്കെ, ദാറ്റ് ഈസ് വാട്ടർ പ്രൂഫ് ഹൗസിംഗ്, ദെൻ ഫ്രെയിംസ്, മൗണ്ട്സ്, ഹാൻഡിൽ ബാർ ആൻഡ് റിമോട്ട്. ബാക്കിലോട്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ മൊത്തം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ 4K വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പല റെസൊല്യൂഷനിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. 1080, 4K, 720 അങ്ങനെ കുറേ ഉണ്ട്. അതുപോലെ തന്നെ 12 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്യാമറ. ഓൾസോ 2 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേയിലാണ് ഈ ഒരു ക്യാമറ വരുന്നത്. വൈഡ് ആംഗിൾ ലെൻസാണ് ഈ ഒരു ക്യാമറയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ HDMI സപ്പോർട്ടും വൈഫൈ സപ്പോർട്ടും ഇതിൽ അവൈലബിൾ ആണ്. 30 മീറ്റർ വരെ വാട്ടർ പ്രൂഫ് ആണെന്നാണ് കമ്പനി പറയുന്നത്. ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ 1050 mAh ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന ബാർകോഡ് സ്കാൻ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളത്. ഓൾസോ നമുക്ക് ലൈവ് ഫീഡ് നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. ഓക്കെ, എൻ്റെ പൊന്ന് ഗൈസ്, നിങ്ങൾ ഈ ബോക്സ് കാണുമ്പോൾ തന്നെ ഓർക്കും ഇതിൻ്റെ അകത്ത് നിറയെ ആക്സസറീസ് ആണ്. കാരണം ഒന്നാമത് വലിയ ബോക്സാണ്, പിന്നെ പിടിച്ചും കൂടെ നോക്കിയാൽ പറയണ്ട. നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കും ഇതിനകത്ത് മെറ്റൽ നിറച്ച് വെച്ചിരിക്കണം, കാരണം അത്രക്ക് ഭാരമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിലെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു യൂസർ മാനുവലാണ് നമുക്ക് ലഭിക്കുന്നത്. എനിവേ ഞാൻ ഇതൊന്നും ഇങ്ങനത്തെ ചാത്ത സാധനങ്ങളൊന്നും നോക്കാറില്ല, അതുകൊണ്ട് നമുക്കത് അങ്ങ് മാറ്റി വെച്ചേക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് 2 മൗണ്ട്സ് ആണ് കിട്ടുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ആക്ഷൻ ക്യാമറ നമ്മൾ ഏതെങ്കിലും ബൈക്കിലോ കാറിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണമെങ്കിൽ ഈ ഒരു മൗണ്ടിൻ്റെ സഹായം വരും. കാരണം ഇതിൻ്റെ ഹെൽപ്പിലൂടെ മാത്രമേ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആക്ച്വലി ഇത് 2 ടൈപ്പിലാണ് വരുന്നത്. ഫ്ലാറ്റ് മൗണ്ടും ഉണ്ട്, അതുപോലെ തന്നെ കർവ് മൗണ്ടും ഉണ്ട്. ഈ കർവ് മൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ചെറിയൊരു വളവാണ്. ഓക്കെ, അത് കൂടുതലും ഹെൽമെറ്റിലൊക്കെയാണ് യൂസ് ചെയ്യണത്. കാരണം ഹെൽമെറ്റിൻ്റെ ഒക്കെ ഡിസൈൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കർവൊക്കെ ഉണ്ട്. സോ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കർവ് മൗണ്ട്. പിന്നെ ഫ്ലാറ്റ് മൗണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത് കാറിലും അവിടെയുള്ള ബോണറ്റിലും സ്ഥലത്തൊക്കെ ചുമ്മാ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഒരു ബൈസൈക്കിൾ മൗണ്ടാണ്. അത് നമുക്ക് ബൈസൈക്കിളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇതേപോലെ ആക്ഷൻ ക്യാമറയൊക്കെ നമുക്ക് പിടിപ്പിച്ച് വെച്ച് ഇതേപോലെ നമുക്ക് വീഡിയോസും പിക്ചേഴ്സൊക്കെ നമുക്ക് സൂപ്പറായിട്ട് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സ്കെൽറ്റൻ മൗണ്ട് എന്നാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ആക്ച്വലി ഒരു ബോഡി ആർമർ പോലെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. കാരണം ഇത് നല്ല പ്രൊട്ടക്ഷനാണ്, താഴത്ത് വീഴാവുന്ന ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ സൗണ്ട് ക്യാപ്ചറിങ്ങിനൊക്കെ ഇത് വളരെ ബെസ്റ്റാണ്. പിന്നീടായിട്ട് നമുക്ക് ഇവിടെ ഒരു USB കേബിൾ കിട്ടും, അത് നമ്മൾ ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു റിമോട്ട് കൺട്രോളും കിട്ടും. എൻ്റെ അളിയാ ഒരു രക്ഷയില്ലാത്ത റിമോട്ട് കൺട്രോളാണ് കേട്ടോ, സൂപ്പറാണ്. എന്ന് പറഞ്ഞാൽ ഇത് വൈഫൈയും കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റ് നമ്മൾ ടിവിയുടെ റിമോട്ടില്ല, അതേപോലെ തന്നെ ഇതിൻ്റെ റിമോട്ടാണെന്നില്ല, നമുക്ക് ഈ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫോട്ടോസ് നമുക്ക് എടുക്കാനും പറ്റും. ഇത് പ്രത്യേകിച്ച് ബൈക്കേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആകും. കാരണം ബൈക്കിലൊക്കെ ഈ ആക്ഷൻ ക്യാമറ വെച്ച് റൈഡേഴ്സാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും റൈഡ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ക്യാമറ അല്ലെങ്കിൽ ഒരു നല്ല വ്യൂ വരുവാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനുള്ളൊക്കെ ഓപ്ഷൻ നമ്മൾ ഇങ്ങനെ ക്യാമറ എടുക്കുവാണെങ്കിൽ പിന്നീട് മെനക്കേടാ. അതിനേക്കാളും നല്ലത് ഈ റിമോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു റിമോട്ട് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ആക്സസറിയാണ്. ഓൾസോ ഇത് ആക്ടിവേറ്റ് ആണെങ്കിൽ ഈ താഴെ കാണുന്ന ഈ ഒരു പ്ലാസ്റ്റിക് നമ്മൾ വലിക്കണം, എന്നാൽ മാത്രമേ ഈ ഒരു റിമോട്ട് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. എന്തായാലും നമുക്ക് അങ്ങ് ആക്ടിവേറ്റ് ആക്കിയേക്കാം. എൻ്റെ അമ്മോ, എൻ്റെ പൊന്ന് കാശ്, ഞാൻ ശരിക്കും ഓർത്തില്ലേട്ടാ ഈ ഒരു ക്യാമറയുടെ കൊടുത്ത് ഇത്ര ആക്സസറീസ് കിട്ടുമെന്ന്. കാരണം നിങ്ങൾ തന്നെ നോക്കിയേ,
നിറഞ്ഞ് ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഓ മാൻ, ദാറ്റ്സ് സോ കൂൾ. എനിവേ സോ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഇവിടെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ആർമർ ഗ്ലാസ്സിലാണ് കിട്ടുന്നത്. ഈ ഒരു ബോക്സാണ് നമ്മുടെ ക്യാമറ ആക്ച്വലി വാട്ടർ പ്രൂഫ് ആക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ക്യാമറയുടെ മുന്നിലായിട്ടാണ് ഇതിൻ്റെ പവർ ബട്ടൺ. അതിലൊരു 2 സെക്കൻഡ് പ്രസ് ചെയ്താൽ മാത്രം മതി ക്യാമറ ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, അതിൻ്റെ സൈഡിലായിട്ട്, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസ് കാണാൻ കഴിയുന്നത്. താഴെയായിട്ടൊരു ബാറ്ററി സ്ലോട്ടും കാണാം. ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1050 mAh ആണ്. ഓക്കെ, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് HDMI പോർട്ടും USB പോർട്ടും നമുക്ക് കാണാം. ഇതിലൊരു SD കാർഡ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ആൻഡ് പറ്റുമെങ്കിൽ ഒരു ക്ലാസ് 10 എങ്കിലും നിങ്ങൾ ഒരു SD കാർഡ് യൂസ് ചെയ്യണം. കാരണം നമ്മൾ 4K വരെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ അതിനുള്ള ഒരു ട്രാൻസ്മിഷൻ സ്പീഡും വേണം. അതുകൊണ്ടാണ് ഒരു ക്ലാസ് 10 ആയിരിക്കും ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിലെടുത്ത കുറച്ച് പിക്ചേഴ്സും വീഡിയോസൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. Sound waves reaching the microphone are changed into impulses of electric current. No need to worry about your pre-recorded music tapes being accidentally erased. It can't happen.
സോ ഫ്രണ്ട്സ്, ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റിൽ ഫോട്ടോ മോഡ് എന്ന് പറഞ്ഞാൽ മോഡിലോട്ട് പോകും. അവിടെ നമുക്ക് 12 മെഗാ പിക്സൽ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഒന്നുകൂടെ അവിടെ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ബേസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് പോകും. അതിനുശേഷം വീണ്ടും പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം ടോപ്പിലുള്ള ഷട്ടർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. കാരണം സെറ്റിംഗ്സ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഷട്ടർ ബട്ടൺ ഓക്കെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ സൈഡിലുള്ള നാവിഗേഷൻ ബട്ടൺ ഉണ്ട് മുകളിലോട്ടും താഴത്തോട്ടും. അത് യൂസ് ചെയ്ത് നമുക്ക് മുകളിലോട്ടും താഴത്തോട്ടുമായിട്ട് നാവിഗേറ്റ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വീഡിയോ റെസൊല്യൂഷനാണ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഫുൾ HD, അതും 60 FPS ആണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ HD 30 FPS ആണ്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ 4Kയിൽ നമുക്ക് 25 FPSൽ റെക്കോർഡ് ചെയ്യാം. ദെൻ 2.7Kയിൽ 30 FPS. അവസാനമായിട്ട് 720ൽ 120 FPS. ദാറ്റ് മീൻസ് നമുക്ക് സ്മൂത്തായിട്ട് സ്ലോ മോഷൻ വീഡിയോസൊക്കെ 720ൽ 120 FPS, ദാറ്റ് ഈസ് ഫ്രെയിം പെർ സെക്കൻഡിൽ എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ലൂപ്പിംഗ് വീഡിയോ ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ടൈം സ്റ്റാമ്പ് ഉണ്ട്, അത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ എക്സ്പോഷർ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമുക്ക് വെളുപ്പിക്കാനും അങ്ങനെയൊക്കെ. ഓക്കെ, പിന്നെ ഫോട്ടോ റെസൊല്യൂഷൻ 12 മെഗാ പിക്സൽ ആക്കണോ 8 മെഗാ പിക്സൽ ആക്കണോ അതൊക്കെ നമ്മുടെ ഇഷ്ടം വെച്ച് ചേഞ്ച് ചെയ്യാം. പിന്നെ ബേസ്റ്റ് ഫോട്ടോ ഉണ്ട്, ടൈം ലാപ്സ് ഉണ്ട്, അത് ഇൻബിൽഡ് ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ കണ്ടിന്യൂസ് ലാപ്സ് ഉണ്ട്, പവർ ഫ്രീക്വൻസി, അത് എന്ത് കുന്തമാണെന്ന് എനിക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായില്ല. ഓക്കെ, പിന്നെ അതുകൊണ്ട് ക്ഷമിക്കണം. പിന്നെ ലാംഗ്വേജ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഡേറ്റ് ആൻഡ് ടൈം ഉണ്ട്, സ്ക്രീൻ സേവർ ഉണ്ട്, പവർ സേവർ ഉണ്ട്, പിന്നെ ഫോർമാറ്റ് SD കാർഡ് ഓപ്ഷൻ ഉണ്ട്, റീസെറ്റ് ആൻഡ് വേർഷൻ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ യെല്ലോ കളറിൽ X ഇല്ലേ, അവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആ സെറ്റിങ്സിൽ നിന്ന് നേരെ എക്സിറ്റ് ആയിട്ട് കറക്റ്റ് ക്യാമറ, ദാറ്റ് ഈസ് വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷനിലോട്ട് വരുന്നതാണ്. ഓക്കെ, ആൻഡ് ഫ്രണ്ട്സ്, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ 4K ഒന്നും അത്രയ്ക്ക് പോരാ. 4K ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ലാഗിങ് ആണ് ഇത് കിട്ടണം. ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ HDയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് ഇട്ടാൽ ഒരു രക്ഷയില്ല, ബട്ടർ സ്മൂത്തായിട്ട് വീഡിയോ റൺ ചെയ്യും. അതാണ് ഈ ഒരു ക്യാമറയിലെ ഏറ്റവും ബെസ്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഹീറ്റ് ആകണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ബാറ്ററി കുഴപ്പമില്ല, അത്യാവശ്യം എന്ന് പറയാം, ഒരു ആവറേജ് എന്നേ ബാറ്ററിയുടെ കാര്യത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. ബിൽഡ് ക്വാളിറ്റിയാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. നമുക്ക് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്, നല്ല കേസാണ് നമുക്ക് ലഭിക്കുന്നത്. സോ എന്തുകൊണ്ട് നല്ലൊരു ക്യാമറയാണ്. ആക്ച്വലി ഇതൊരു ചീപ്പായിട്ടുള്ള ക്യാമറയാണ് കേട്ടോ. കാരണം ഇത്രയും ചീപ്പസ്റ്റ് റേറ്റ് ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഒരു GoPro എടുക്കേണ്ടി വരും, അതിനൊക്കെ കുറേ പൈസയൊക്കെ. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3403 ആണ്. അതിൻ്റെ കുറച്ച് കൂപ്പൺ കോഡ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 2900 ഇടയ്ക്കുള്ള ഒരു പ്രൈസിൽ വാങ്ങാൻ കഴിയുന്നതാണ്. മിക്കവാറും ഒരു ചാൻസ് ഉണ്ട്, അവർ തരാമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സൈറ്റ് നോക്കിക്കോ, ഫ്ലിപ്കാർട്ടോ ആമസോണോ നോക്കിയോ, ഭയങ്കര വിലയായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിന്. അപ്പോൾ ഈ ഒരു ദാറ്റ് ഈസ് ബാങ്കുട്ടിൽ മാത്രം ഇത്രയും ചീപ്പസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. എൻ്റെ ആ ഒരു അഭിപ്രായത്തിൽ നല്ലതാണ്. പക്ഷേ 4K ഒന്നും ഇതുപോലെ സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് 1080 ഫുൾ HDയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് എടുക്കാം. അത് പക്ഷേ അത്യാവശ്യം കിട്ടുക, അത് തന്നെ ധാരാളമാണ് നമുക്ക്. ഓക്കെ, സോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. അതല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ നൈസായിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബൈ.